കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര കർണാടകത്തിലെ ചിക്കമംഗളൂരിലേക്കാണ്. നമ്മൾ ഈ പോകുന്ന വഴി വയനാട്ടിലെ തോൽപ്പെട്ടി വനാന്തരമാണ്. കടുത്ത വേനലിൽ ഇലപൊഴിച്ച മരങ്ങളാണ് റോഡിനിരുവശവും. ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയതോടെ അതെല്ലാം ഇല തളിർത്ത് പച്ചപ്പ് നിറഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ നിന്നും കർണാടക കേരള അതിർത്തി പ്രദേശമായ കുട്ടയം കടന്ന് ഞങ്ങൾ ഇരുപ്പു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങ് ദൂരെ മലമുകളിൽ കോട പുതഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. റോഡിന് ഇരുവശവും പച്ച പുതച്ച പുൽമേടുകളും നമുക്ക് കാണാം. അങ്ങനെ ഇരുപ്പു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത് നാഗർഹോളെ ടൈഗർ റിസർവ് ആണ്. നല്ല മനോഹരമായ റോഡിന് ഇരുവശവും നാഗർഹോളെ കാടുകളാണ്. അവിടെ നിന്ന് ഞങ്ങൾ മംഗലാപുരം മൈസൂർ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ഒരു മനോഹരമായ കൃഷിയിടം കണ്ട് ഞങ്ങൾ വഴിയിൽ വാഹനം ഒതുക്കി. ഇത് മംഗലാപുരം ഹൈവേ ആണ്. ഞങ്ങൾ ആ കണ്ട കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചു. പച്ചമുളകിൻ്റെ കൃഷിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇതിലെ പച്ചമുളകെല്ലാം ഇവർ വിളവെടുപ്പ് നടത്തി. ഇപ്പോൾ പഴുത്ത മുളക് മാത്രമേ മരത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. ഈ കൃഷിയിടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പുകയില കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ഇളം കാറ്റേറ്റ് അതെല്ലാം ആടിക്കളിക്കുന്നു. ഇത് ഇഞ്ചി കൃഷിയാണ്. ഈ ഒരു തോട്ടത്തിൻ്റെ മറുഭാഗത്താണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിലേക്കുള്ള വെള്ളമെല്ലാം ബോർവെല്ല് ഉപയോഗിച്ചിട്ടാണ് ഇവർ എത്തിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ച. ഈ പ്രദേശത്ത് ധാരാളം പുകയില കൃഷികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പച്ചമുളക് തോട്ടത്തിൽ ജോലിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളെ നമുക്ക് ഇവിടെ കാണാം. ഈ ചേട്ടൻ വിളവെടുത്ത പച്ചമുളകെല്ലാം ചാക്കിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങ് ദൂരെ വെൽക്കം ടു ചിക്മംഗ്ലൂർ എന്ന ബോർഡ് നമുക്ക് കാണാം.